കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM നിന്നൊക്കെ എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിൽ പിണങ്ങിപ്പിരിഞ്ഞവരെ അല്ലെങ്കിൽ ആ പാർട്ടി പുറത്താക്കിയവരെയൊക്കെ ഏതോ ഒരു വലിയ ലാഭക്കച്ചവടം എന്നുള്ള മത്രി അവരെ ഇങ്ങനെ എടുത്ത് സ്ഥാനാർത്ഥികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത തന്നെ ഇത്തരം കാര്യമാറ്റക്കാർക്ക് കിട്ടിയ ഒരു തരം പ്രോത്സാഹനമാണെന്ന് തോന്നുന്നു. അല്ല, അത് ചിലയിടത്തൊക്കെ നോക്കുമ്പോൾ ഒരു രീതിയിലും പൊതുരംഗത്ത് നിർത്താൻ പറ്റില്ല എന്ന് വളരെ ശക്തമായി ആക്ഷേപിച്ചിരുന്ന അത്തരം ആക്ഷേപങ്ങൾക്ക് വിധേയമായിരുന്ന ആളുകളെ രണ്ട് കൈയിൽ നീട്ടി കോൺഗ്രസ് സ്വീകരിച്ച് ജനങ്ങളുടെ മുന്നിൽ കൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു പ്രക്രിയ ഇപ്പം നമ്മൾ കാണുന്നു. അത് നമുക്ക് ഒരു രീതിയിൽ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത. ഇനിയൊരു മറുവശം ഞാൻ കണ്ടു. അത് നമ്മൾ നേരത്തെ തൊട്ട് നമ്മൾ കാണുന്നൊരു കാര്യമാണ്. എവിടെയാണ് BJP ഉണ്ടാവുന്നത്? എനിക്കിപ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട് BJP ഉണ്ടാവുന്നത് കോൺഗ്രസ്സുകാരൻ്റെ ഹൃദയത്തിൽ. കാരണം ഈ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇത്തവണ ഈ 140 സീറ്റിൽ BJP ഉൾക്കൊള്ളുന്ന NDA മുന്നണി. ആ മുന്നണിയുടെ സ്ഥാനാർത്ഥികളിലെ 10-1 ആളുകൾ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ ഇലക്ഷനിലെ സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ അവരുടെ DCC ഭാരവാഹികളോ ഈവൻ PCCയുടെ ഭാരവാഹി വരെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളാകും. 14 നിയോജക മണ്ഡലങ്ങളിലാണ് NDAക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം? അല്ല, അവർക്ക് കാര്യമായ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ്. നയപരമായ, രാഷ്ട്രീയപരമായ, പ്രത്യയശാസ്ത്രപരമായ അത്തരം യാതൊരു വിധത്തിലുള്ള അഭിപ്രായങ്ങളോ നിലപാടുകളോ ഇല്ലാത്തവർക്ക് വളരെ എളുപ്പമാണ് ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകുന്നതിൽ അവർക്ക് വലിയ ഒരു തെറ്റും കാണാത്തവരാണ് അവർ. അത് അങ്ങനെയാണല്ലോ ഇപ്പം ഇന്ന് BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരു വലിയ പക്ഷവും പഴയ കോൺഗ്രസ്സുകാരല്ലേ. ആസാമിലെ മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തം എന്ന് പറയുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ കോൺഗ്രസ്സുകാരനായിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് പോയി ഇപ്പോൾ ഏറ്റവും വലിയ കോൺഗ്രസ് വിരുദ്ധനോ അല്ലെങ്കിൽ കോൺഗ്രസിനെ എതിർക്കുന്ന ഒരാളായി മാറിയ ഒരാളാണ് ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രി.